വൻ കൃപകൾ
മരണം കൊണ്ട് ഒതുങ്ങിപ്പോയ ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായ ദൈവത്തെയാണ്. സ്നേഹം വേറെ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുക. പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയത്. ഒരു ചെറിയ സ്നേഹമല്ല, ഈ ലോകത്തിൽ കാണുന്ന സ്നേഹമല്ല. ഒരു അപ്പനും അമ്മയും തമ്മിലുള്ള അപ്പനും അമ്മയും മക്കളോട് കാണിക്കുന്ന സ്നേഹമല്ല. അതിനേക്കാളും ശ്രേഷ്ഠമായ, അതിനേക്കാളും ഒത്തിരി 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 വലിയ സ്നേഹം. ഈ സ്നേഹത്തിന് തുല്യം പറയുക പകൽക്കാലം വേറെ ഒന്നുമില്ല. അവന് തുല്യം പറയുവാൻ വേറെ ഒന്നുമില്ല. പകൽക്കാലം നിങ്ങളുടെ വായ്കളെ കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ആ നല്ല കർത്താവിനെ വർണ്ണിക്കാൻ കഴിയുമെങ്കിൽ വായ്കളെ തുറന്ന് ശക്തിയോടെ ആത്മാവിൽ പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്ട് നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങ് തന്ന എല്ലാ നല്ല സ്നേഹത്തിനും, അങ്ങ് തന്ന എല്ലാ നല്ല ദാനങ്ങൾക്കും, അങ്ങ് തന്ന ആ വലിയ സ്നേഹത്തിന് ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി, ലോകത്തിലെ എല്ലാ മാനവജാതികൾക്കും വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ. നന്ദി യേശുവേ. അതരങ്ങളെ തുറന്ന് നന്ദി യേശുവേ, നന്ദി യേശു എന്ന് പറഞ്ഞേ. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ. Shut
യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതിയും ഉചിതവും തന്നെ. അത് മനോഹരവും സ്തുതിയും ഉചിതവും തന്നെ. സ്തുതിക്കുവാൻ ഉചിതമായ ഒരേ ഒരു നാമമേ ഉള്ളൂ. ഒരു മനോഹര നാമം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പകൽക്കാലം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു. അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വെക്കുന്നു ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആദരങ്ങൾ അങ്ങേ സ്തുതിക്കും. ഇന്ന് വായ്കളെ തുറന്നെന്ന് പറയാമോ? എന്റെ ജീവനേക്കാളും വലുതാണ്, നല്ലതാണ് അങ്ങയുടെ ദയ. എന്റെ ജീവനേക്കാളും നല്ലതാണ്, വലുതാണ് അങ്ങയുടെ ദയ. അതുകൊണ്ട് പകൽക്കാലം ചേർന്ന് പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ